കേരളത്തിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നു. അതിൽ പ്രധാനമായത് ഈ അടുത്ത സമയത്ത് ബി.ജെ.പിയിലേക്ക് എത്തിയ പി.സി. ജോർജാണ്. പി.സി. ജോർജ് പത്തനംതിട്ട സീറ്റ് ആഗ്രഹിച്ചിരുന്നു എന്ന് തന്നെ അദ്ദേഹം തുറന്ന് പറയുന്നു. പി.സി. ജോർജ് ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ബാധിക്കുക പത്തനംതിട്ട മാത്രമല്ല ഇടുക്കിയും ഒപ്പം തന്നെ എറണാകുളത്തുമൊക്കെയുള്ള ക്രൈസ്തവ വോട്ടുകളെ അത് ബാധിക്കുമോ എന്ന് സംസ്ഥാന നേതൃത്വം ഭയക്കുന്നു. പി.സിയെ സംബന്ധിച്ച് പി.സി. ജോർജ് ബി.ജെ.പിയിൽ എത്തിയത് കേന്ദ്ര നേതൃത്വം നേരിട്ട് നടത്തിയ ചില നീക്കങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ബി.ജെ.പിയിൽ ഇപ്പോഴുള്ള സംഭവവികാസങ്ങൾ കേന്ദ്രം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ പി.സിക്കെതിരെ നടപടികൾക്കല്ല സാധ്യത. ഏതെങ്കിലും ഒരു സ്ഥാനമാനങ്ങളിലേക്ക് പി.സിയെ നോമിനേറ്റ് ചെയ്തുകൊണ്ടോ ഇല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു ഫോർമുലയിലേക്ക് എത്തിക്കൊണ്ടോ പി.സിയെ തണുപ്പിക്കാനാകും കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നത്. ഏതായാലും പി.സി. ജോർജ് ഉയർത്തി വിട്ട ആ ഒരു പ്രസ്താവന, കാരണം പി.സിയുടെ ഒരു പതിവ് ശൈലിയിലുള്ള ഒരു പ്രസ്താവനകളാണ് പുറത്ത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരം ഒരു പ്രസ്താവന പാർട്ടിക്ക് കൂടുതൽ ദോഷം ചെയ്യും. ഇതിനിടയിൽ പി.സി. ജോർജിനെതിരെ പരാതിയുമായി തുഷാർ വെള്ളാപ്പള്ളിയും രംഗത്തെത്തിയിട്ടുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി ഒരുപക്ഷെ ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തെ ബി.ഡി.എസിൻ്റെ അതൃപ്തി അറിയിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ഈ കേരളത്തിൽ 20 സീറ്റിലെ സ്ഥാനാർത്ഥികളും പോരിനിറങ്ങുമ്പോൾ ജയസാധ്യതകൾ അല്ല, അതിനപ്പുറത്തേക്ക് വിവാദങ്ങളിലേക്ക് പോകാനാണ് ഇപ്പോൾ തുടക്കം തന്നെ കണ്ടുവരുന്ന ലക്ഷണം. ഏതായാലും ഇന്നോ നാളെയോ ഒക്കെ തന്നെ കേന്ദ്ര നേതൃത്വം ഇടപെടും. ഒരുപക്ഷെ പി.സിയെ ദില്ലിയിലേക്ക് വിളിപ്പിക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.